അതെ, നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ ജോയിൻ വിത്ത് us. സ്പീക്കർ അക്കാദമി, തിരുവില്ലാമല റോഡ്, പയ്യന്നൂർ. കഠിനം വേണ്ട, നിരന്തരമായിട്ടുള്ള പരിശ്രമം മാത്രം മതി. യെസ്, നൗ യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. ഇറ്റ് ഈസ് മൈ ഗ്യാരണ്ടി. വി ഓഫർ കോൺഫിഡൻസ് ബിൽഡിംഗ്, interview skills training, leadership development, and much more to help you speak English fluently and confidently. Our contact number 9497585692. Welcome to all. Bye. ഒറ്റപ്പാലത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് തീപിടിച്ചപ്പോൾ മിനിറ്റുകൾക്കകം രക്ഷകരായെത്തിയ നാട്ടുകാർ വലിയൊരു ദുരന്തം ഒഴിവാക്കി. ഒരു നാടിന്റെ കൂട്ടായ പരിശ്രമത്തിൽ രക്ഷപ്പെട്ടത് 100ഓളം ജീവനുകൾ. ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് തീപിടിച്ച് 100ഓളം യാത്രക്കാരുടെ ജീവൻ അപകടത്തിലായ നിമിഷം ദൈവദൂതന്മാരെ പോലെ അവതരിച്ച് ദുരന്തം ഒഴിവാക്കിയ ഒരു കൂട്ടം സാധാരണക്കാരുടെ കഥയാണിപ്പോൾ ഒറ്റപ്പാലത്തിന് പറയാനുള്ളത്. പാലക്കാട് നിന്നും ഗുരുവായൂരിലേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ് വൈകുന്നേരം 6:30യോടെ ഒറ്റപ്പാലം മായന്നൂർ പാലം പിന്നിട്ട് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാൻ മിനിറ്റുകൾ ബാക്കിയുള്ളപ്പോഴാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിനടിയിൽ നിന്നും തീപ്പൊരികൾ ഉയരുന്നത് ആദ്യം കണ്ടത് വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലെ ഡ്രൈവർ ജമാൽ നാസർ ആയിരുന്നു. ഒട്ടും വൈകാതെ തന്നെ അദ്ദേഹം ഉറക്കെ കൂകി വിളിച്ച് ബസ് നിർത്താൻ ആവശ്യപ്പെടുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിലെ വിസ്മയമായി മാറിയത് CPIM ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ ജമാൽ നാസറിന്റെ സമയോചിതമായ ഇടപെടലായിരുന്നു. ബസ് നിർത്തിയ ഉടൻ തന്നെ തന്റെ ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന അഗ്നിശമന ഉപകരണം ഉപയോഗിച്ച് അദ്ദേഹം തീ അണയ്ക്കാൻ തുടങ്ങി. അഗ്നിശമന സേനയുടെ സിവിൽ ഡിഫൻസ് പരിശീലനം ലഭിച്ചിരുന്നതാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ പതറാതെ പ്രവർത്തിക്കാൻ തനിക്ക് കരുത്തു നൽകിയതെന്ന് ജമാൽ നാസർ പറഞ്ഞു. ഇതിൽ കുറച്ചാണ് നമുക്ക് മറ്റൊരു ഫയർ ഉണ്ടാകുമ്പോൾ ആ പോയിന്റിലേക്ക് ഇത് കൊടുക്കാൻ മാത്രമേ ഇത് കഴിയുള്ളൂ. കാരണം വളരെ കുറച്ചാണ് ഇതിലുള്ളത്. അത് പെട്ടെന്ന് എന്താ വെച്ചാൽ നമുക്ക് ചെറിയ പരിശീലനം കിട്ടിയ ആളുകൾക്ക് അത് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. ഇതിന് വീണ്ടും നമ്മൾ വീണ്ടും നടക്കും. തൊട്ടു പിന്നാലെ സമീപത്തെ പെട്രോൾ പമ്പ് ജീവനക്കാരും തങ്ങളുടെ പമ്പിലെ അഗ്നിശമന സംവിധാനങ്ങളുമായി പാഞ്ഞെത്തി. മിനിറ്റുകൾക്കുള്ളിൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ ഈ കൂട്ടായ പരിശ്രമത്തിന് സാധിച്ചു. ഇന്നലെ നമ്മള് വൈകുന്നേരം ഒരു 6:35 ഉണ്ടാവും. ആ സമയത്ത് പെട്ടെന്ന് നോക്കിയ ഒരു ബസ്സിന്റെ അടിയിൽ കൂടെ നല്ല ഒരു തീക്കത്തിന് പോലെ ഒരു ഇതിലാ വണ്ടി വന്ന് നിൽക്കുമ്പോൾ തന്നെ അങ്ങനെ വന്ന് പിന്നെ എല്ലാവരും ഒച്ചം പകലം കേട്ടു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എന്താന്ന് ഓടിയപ്പോൾ ബസ്സിന്റെ അടിയിൽ നല്ല കത്തലായിരുന്നു. അപ്പോൾ ഗ്ലാസ് ഫുള്ള് ജാമായതാണ്. ഡോറ് ഫുള്ള് ഹൈഡ്രോളിക് ടൈപ്പ് ആയതുകൊണ്ട് അത് പൊട്ടിച്ച എല്ലാവരും ഇറക്കി. അപ്പോൾ ആ സമയം ആ ഒരു 30 സെക്കൻഡിലെ എല്ലാം ഇറക്കാനും പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഈ ഫയർ എക്സ്റ്റൻഷൻ കുറ്റി എടുത്തിട്ട് പോയിട്ട് പെട്ടെന്ന് കെടുത്താനും ഇതായി. ഏകദേശം ഒരു 5-8 മിനിറ്റ് കൂടി പോയി ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഫുള്ള് കെടുത്തി. ഒരു ബസ് ഇവിടെ കഴുകാൻ നിന്നു. അപ്പൊ അതിന്റെ 2-3 ബക്കറ്റ് ഉണ്ടായിരുന്നു. ആ ബക്കറ്റിൽ വെള്ളം ഇവിടെ നമ്മുടെ വാട്ടർ ഫെസിലിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ കൊണ്ടുപോയി എല്ലാം ഒഴിച്ചു. പിന്നെ നമ്മുടെ ഓട്ടോ സ്റ്റാൻഡ് തീ പടരുന്നത് കണ്ട് പരിഭ്രാന്തരായ യാത്രക്കാരെ പുറത്തെത്തിക്കാൻ വഴിപോക്കരും ചുമട്ടു തൊഴിലാളികളും ഒന്നിച്ചെത്തി. ഇരുചക്ര വാഹനത്തിൽ പോവുകയായിരുന്ന ഒരു യുവാവ് വാഹനം നിർത്തി ഓടിയെത്തി ബസിന്റെ ഡോർ ചവിട്ടി പൊളിച്ചതോടെയാണ് യാത്രക്കാർക്ക് വേഗത്തിൽ പുറത്തിറങ്ങാനായത്. തുടർന്ന് CITU പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് സുരക്ഷിതമായി എല്ലാവരെയും മാറ്റുകയായിരുന്നു. പിന്നീട് പുറത്തുവന്ന CCTV ദൃശ്യങ്ങൾ കാണുമ്പോഴാണ് ആ നിമിഷങ്ങളിൽ സെക്കൻഡുകൾ വൈകിയിരുന്നുവെങ്കിൽ എത്ര വലിയ ദുരന്തമാകുമായിരുന്നു സംഭവിക്കുക എന്ന് പലരും തിരിച്ചറിഞ്ഞത്. മാനവികതയുടെയും ഐക്യത്തിന്റെയും ഉത്തമ ഉദാഹരണമായി മാറിയ ഈ രക്ഷാപ്രവർത്തകരെ നാടൊന്നടങ്കം അഭിനന്ദിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് CCV.